നമ്മളിന്ന് പാൽപ്പാടയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പാട. കുറച്ചേ ഉള്ളൂ. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ പാൽപ്പാടയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് വേറൊരു രീതിയിലാണ് ചെയ്തത്. ഇത് അതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തവും എളുപ്പവുമായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ഈ നെയ്യ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പാട ഇട്ട് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരുന്നത്. തണുപ്പ് മാറുന്നതിന് വേണ്ടി കുറച്ച് നേരത്തെ ഞാൻ എടുത്തു വെച്ചതാണ്. ഒരു സ്പൂണ് കൊണ്ട് ഇതിനകത്തിരിക്കുന്ന ഈ പാൽപ്പാട മുഴുവൻ നമുക്ക് കോരിയിടാം. മുമ്പ് ഉണ്ടാക്കിയിരുന്നത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ആയിരുന്നു നമ്മളിത് ഉരുക്കിയെടുത്തിരുന്നത്. ഇതങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നേരിട്ട് തന്നെ പാനിലേക്കിട്ട് ഉരുക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പാൽപ്പാട സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനു മുമ്പ് തന്നെ ഒരു വലിയ നന്ദി പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബേഴ്സായി. ഇതുവരെ ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും തുടർന്നും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത്രയൊന്നും ആകുമെന്ന് കരുതിയതല്ല, വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ്. ആദ്യമൊന്നും അത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ഇപ്പോഴാണത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരാൻ തുടങ്ങിയപ്പോഴാണ് ഇത് സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ള തോന്നൽ ഉണ്ടായത്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ നെയ്യ് ഉണ്ടാക്കാനായിട്ട് പാൽപ്പാട സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കുന്നതിന് ഒട്ടും പ്രയാസമില്ല. നമ്മൾ ദിവസവും കാഴ്ചവെക്കുന്ന പാലിൽ നിന്നുള്ള പാട ഒരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ആ പാത്രം നിറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ പാനിലിട്ട് ഉരുക്കി എടുത്ത് നെയ്യ് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാകുമ്പോൾ മായമൊന്നും ഇല്ലാത്ത ശുദ്ധമായ നെയ്യ് കുട്ടികൾക്കും അതുപോലെ നമുക്ക് വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ കുറച്ച് പാടേ ഉള്ളൂ ഉരുക്കാൻ. എൻ്റെ ഇവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചിരുന്ന നെയ്യ് പെട്ടെന്ന് തീർന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ കുറച്ചേ ഉള്ളെങ്കിലും ഉരുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ പാൽപ്പാട ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം മുതലേ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും ഇത് ഒന്ന് നെയ്യായി മൂത്ത് കിട്ടാനായിട്ട്. ചെറുതായി കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. 1/2 ലിറ്റർ പാല് വീട്ടിൽ മേടിക്കുന്നവർക്കും ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഞാനൊരു 18 വർഷം എങ്കിലും ആയി കാണും ഈ പരിപാടി തുടങ്ങിയിട്ട്. അതിനു മുമ്പൊക്കെ നെയ്യ് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെയുള്ള നെയ്യ് പുറത്തുനിന്ന് മേടിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ നെയ്യെടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പുറത്തുനിന്ന് നെയ്യ് മേടിച്ചിട്ടേ ഇല്ല. എനിക്ക് അങ്ങനെ മേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് നെയ്യ് ഉണ്ടാക്കാനായിട്ട് നോക്കണം. ആദ്യമൊന്നും ഞാൻ ഈ രീതിയിലല്ല ഉണ്ടാക്കിയിരുന്നത്. ഒരു പാത്രത്തിൻ്റെ അടിയിൽ തൈര് ഒഴിച്ചതിന് ശേഷം അതിലായിരുന്നു പാൽപ്പാട എടുത്തിട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് പാൽപ്പാട എടുക്കുന്ന സമയത്ത് നെയ്യ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് ഈ പാൽപ്പാട മിക്സിയിൽ അടിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ട് കഴുകി എടുത്തിട്ടായിരുന്നു ഉരുക്കിയിരുന്നത്.
രണ്ടും തമ്മിൽ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ് ടേസ്റ്റ്. അത് കുറച്ച് പ്രോസസ്സ് അധികം ചെയ്യുന്നു, ഇത് ഡയറക്റ്റ് തന്നെ നമ്മൾ എടുത്തിട്ട് കുരുക്കിയെടുക്കുന്നതേ ഉള്ളൂ വ്യത്യാസം. നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. നന്നായി തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇനി മുതൽ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഒന്ന് നെയ്യ് തയ്യാറാക്കി നോക്കണം. വളരെ ഈസിയായിട്ട് വളരെ രുചികരമായ നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.